നമ്മൾ ഇപ്പോൾ ലാസ് വേഗാസിലാണ്. അമേരിക്കയിലെ ആഘോഷ നഗരമായ ലാസ് വേഗാസ്. ഇന്നലെ രാത്രി ലാസ് വേഗാസിൻ്റെ കാഴ്ചകളിലൂടെയൊക്കെ ഒന്ന് കറങ്ങി. പക്ഷേ അടുത്ത 2 ദിവസവും കൂടെ, അടുത്ത 2 രാത്രി കൂടി നമ്മൾ ലാസ് വേഗാസിലുണ്ട്. ഇന്ന് ഇത് 2ാം ദിവസമാണ് ലാസ് വേഗാസിൽ. ഇന്ന് നമ്മൾ ഇവിടെ നിന്ന് ഗ്രാൻഡ് കാനിയൻ കാണാൻ പോവുകയാണ്. ഗ്രാൻഡ് കാനിയനെക്കുറിച്ച് കേട്ടിട്ടുണ്ടാവും. ഭൂമിയിലെ വലിയൊരു പിളർപ്പ്, 1.5 കിലോമീറ്റർ ആഴവും ഏതാണ്ട് 500 കിലോമീറ്റർ നീളവും 30 കിലോമീറ്റർ വീതിയുമുള്ള ഒരു വലിയ ഗർത്തം, ഭൂമിയിലുണ്ടായിരിക്കുന്നൊരു ഗർത്തം. കൊളറാഡോ നദി ഒഴുകി ഒഴുകി കോടിക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് ഭൂമിയെ അരിഞ്ഞു താഴ്ത്തി ഉണ്ടാക്കിയൊരു ഗർത്തം, ഗ്രാൻഡ് കാനിയൻ എന്നറിയപ്പെടുന്ന അത്ഭുത പ്രതിഭാസം. ലോകത്തിൽ അങ്ങനെ ഒരു പ്രതിഭാസം വേറെയില്ല. നമ്മളിങ്ങനെ ഒരു മൈതാനത്ത് കൂടെ, ഒരു മരുഭൂപ്രദേശത്തൂടെ വരുമ്പോൾ ഒരു ഭാഗം വലിയൊരു കുഴിയായി രൂപപ്പെട്ടിരിക്കുന്നു. ആ കുഴിക്ക് 1.5 കിലോമീറ്റർ ആഴം, ആ കുഴിക്ക് 30 കിലോമീറ്റർ വീതി, ആ കുഴിക്ക് മൊത്തം ഏതാണ്ട് 500 കിലോമീറ്ററോളം അടുത്ത് നീളം. അതിൻ്റെ അങ്ങടിയിൽ കൂടെ, അഗാധതയിലൂടെ കൊളറാഡോ നദി ഒഴുകുന്നു, കലങ്ങി ഒഴുകുന്നു. ഇതിൽ ഈ ഇടിഞ്ഞുപോയ ഈ മണ്ണിൻ്റെ തിട്ടകളൊക്കെ ഏതോ ഒരു ശില്പി കൊത്തുപണികൾ നടത്തിയതുപോലെ മനോഹരമായി കാർവ് ചെയ്തിരിക്കുന്നത് പോലത്തെ ഒരു ഭൂപ്രദേശം. ഈ 1.5 കിലോമീറ്റർ താഴേക്ക് നമുക്ക് നടന്നിറങ്ങാം, സാഹസികർ നടന്നിറങ്ങും. എന്നിട്ട് രാത്രി വൈകുന്നേരം ആവോളം എത്തുമ്പോഴേക്കും അവിടെ പോയി വിശ്രമിക്കാം, ക്യാമ്പ് ചെയ്യാം. എന്നിട്ട് ചിലപ്പോൾ പിറ്റേ ദിവസമായിരിക്കും വീണ്ടും മല കയറി അല്ലെങ്കിൽ ഈ തിട്ട കയറി മുകളിലേക്ക് വരിക. അപ്പോൾ അതിന് പല വക്കുകളുണ്ട്. അതിലെ വെസ്റ്റ് റിം എന്ന് പറയുന്ന പ്രദേശത്തേക്ക് നമ്മൾ പോകുന്നത്. കാരണം ഇതിൻ്റെ 2 വശങ്ങളിലും ഇതൊരു കുഴിവാണല്ലോ, ഒരു ഗർത്തമാണ്. ഈ ഗർത്തത്തിൻ്റെ പല സ്ഥലങ്ങളിൽ നമുക്ക് പോയി നിൽക്കാം. അതുകൂടാതെ ഇത് വളഞ്ഞു പൊളഞ്ഞാൽ പോകുന്നതെന്നുള്ളതുകൊണ്ട് വെസ്റ്റ് റിം, സൗത്ത് റിം, ഇങ്ങനെ പല റിമ്മുകളുണ്ട്. അതിലെ ഏറ്റവും മനോഹരമായ പല സ്ഥലങ്ങളും വലിയ ടൂറിസ്റ്റ് ആകർഷണങ്ങളാണ്. അവിടെയൊക്കെ ടൂറിസത്തിന് വേണ്ടി നിരവധി ആക്ടിവിറ്റികളുണ്ട്. ഹെലികോപ്റ്റർ റൈഡ്, ക്യാമ്പിംഗ് ഫെസിലിറ്റികൾ, കൂറ്റൻ ഹോട്ടലുകൾ, റിസോർട്ടുകൾ, ഇതിങ്ങനെ എല്ലാം ഉണ്ട്. അതുപോലെ തന്നെ നിരവധി എൻ്റർടൈൻമെൻറ്റ് ആക്ടിവിറ്റീസ് ഉണ്ട്. അപ്പോൾ അതിലെ വെസ്റ്റ് റിമ്മിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്, ഗ്രാൻഡ് കാനിയൻ്റെ വെസ്റ്റ് റിമ്മിലേക്ക്. രാവിലെ ഒരു 8 മണിയായപ്പോൾ തന്നെ നമ്മളവിടുന്ന് യാത്രയായി. ആ നഗരം പിന്നിട്ട് ഞങ്ങൾ മല കയറി തുടങ്ങുന്നു. ബോൾഡർ സിറ്റി എന്ന് പറയുന്ന പ്രദേശത്തേക്ക് ആദ്യം ചെല്ലുന്നത്. ശരിക്കും ഈ ലാസ് വേഗാസ് ഉണ്ടാകാൻ തന്നെ ഒരു കാര്യം, അല്ലെങ്കിൽ വളരാനുള്ളൊരു പ്രധാന കാരണം, ഇവിടെ 1930കളിൽ പണിത ഹൂവർ ഡാം എന്ന് പറയുന്ന ഒരു ലോകാത്ഭുതമുണ്ട്. അതായത് ഹൂവർ ഡാം നമ്മൾ പടത്തിലൊക്കെ കണ്ടിട്ടുണ്ടാവാം. ഒരു ആർച്ച് ഡാമാണ്, ഇടുക്കി ഡാം പോലെ ഒരു ആർച്ച് ഡാം, വളഞ്ഞ ഡാം. അത് ഈ കൊളറാഡോ നദിക്ക് കുറുകെ കെട്ടിയിരിക്കുന്ന ഒരു കൂറ്റൻ ഡാമാണ്. അപ്പോൾ ഈ ഡാം പണിയാൻ വേണ്ടി 1930കളിൽ അമേരിക്കയുടെ പല ഭാഗത്തു നിന്നും തൊഴിൽ തേടി വന്ന നിരവധി തൊഴിലാളികൾ ഈ ബോൾഡർ സിറ്റി എന്നറിയപ്പെടുന്ന, നമ്മളിപ്പോൾ കടന്നു പോകുന്ന ആ പ്രദേശത്ത് അവരുടെ തൊഴിലാളി ലായങ്ങളും താമസം ആരംഭിച്ചു. അപ്പോൾ പലരും അന്ന് വലിയ സാമ്പത്തിക മാന്ദ്യത്തിലാണ് അമേരിക്കയിൽ ലോകമൊക്കെ. അപ്പോൾ അന്നൊരു തൊഴിൽ കിട്ടുക വലിയ കാര്യമായിരുന്നു. ആ സാമ്പത്തിക മാന്ദ്യത്തെ മറികടക്കാൻ വേണ്ടി അമേരിക്കൻ ഗവൺമെൻറ് പ്രഖ്യാപിച്ച ഒരു പദ്ധതി കൂടിയാണ് ഈ ഹൂവർ ഡാം. അപ്പോൾ അതിനുവേണ്ടി 10,000-കണക്കിന് ജോലിക്കാർ, തൊഴിലാളികൾ പലയിടത്തും വന്നു. എഞ്ചിനീയർമാർ, സബ് കോൺട്രാക്ട് എടുത്ത് നടത്തുന്നവർ, സൂപ്പർവൈസർമാർ, ഇവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നവർ, ക്രെയിൻ ഓപ്പറേറ്റേഴ്സ്, ഡൈനാമിറ്റ് വെച്ച് പാറ പൊട്ടിക്കുന്നതിൽ എക്സ്പേർട്സ് ആയവർ. അപ്പോൾ അതിനൊക്കെ വേണ്ടിയ ടെക്നീഷ്യന്മാർ 1930കളിൽ അവിടെ ഒന്ന് താമസമാക്കി. അപ്പോൾ ഈ പണിയില്ലാത്ത സമയത്തും അവധി ദിവസങ്ങളിലും ഒക്കെ ഈ പണിക്കാർക്ക് ഉല്ലസിക്കാനുള്ളൊരു കേന്ദ്രമായിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഈ ലാസ് വേഗാസിലെ കാസിനോകളും ഗെയിമുകളും ബാറുകളും റെസ്റ്റോറൻറ്റുകളും ഡാൻസ് ബാറുകളും കാബറെ തിയേറ്ററുകളും ഒക്കെ മാറിയത്. ഈ ബോൾഡർ സിറ്റി ഇന്ന് പണ്ട് ഹൂവർ ഡാം പണിയാൻ വന്ന ആളുകൾ തിരിച്ചു പോകാതെ സെറ്റിലായവരുടെ പിന്മുറക്കാരൊക്കെ താമസിക്കുന്ന ഒരു പട്ടണമാണ്. ഇന്ന് 10,000-60,000-70,000 ആൾക്കാർ ഇന്ന് അവിടെ താമസിക്കുന്നുണ്ട്. ഈ ബോൾഡർ സിറ്റിയും കടന്ന് നമ്മൾ ചെല്ലുന്നത് ഹൂവർ ഡാമിൻ്റെ സമീപത്തേക്കാണ്. അപ്പോൾ ഈ ഹൂവർ ഡാമിൻ്റെ മുകളിൽ കൂടെ കടന്ന് കൊളറാഡോ നദിയെ ക്രോസ് ചെയ്ത് വേണം നമുക്ക് അരിസോണ സ്റ്റേറ്റിൽ കയറിയിട്ട് വേണം നമുക്ക് ഈ ഗ്രാൻഡ് കാനിയനിലേക്ക് പോകാൻ. അപ്പോൾ ഏകദേശം 10-200 കിലോമീറ്റർ ഇന്ന് ഓടാനുണ്ട്. ദീർഘമായ യാത്രയാണ്. പകൽ മുഴുവൻ യാത്രകളും ഓട്ടവും, രാത്രി ലാസ് വേഗാസിൽ വന്നുള്ള താമസവും ആഘോഷവും. ഇതാണ് നമ്മളുടെ ഈ അടുത്ത 2 ദിവസത്തെ പരിപാടി. പണ്ട് ഞാൻ 2009 അമേരിക്കയിലൂടെ ഒരു ദീർഘമായ യാത്ര ബസ്സിൽ നടത്തിയപ്പോൾ ഈ ഹൂവർ ഡാം കാണാൻ പോയിട്ടുണ്ട്. 2009 വരുമ്പോൾ ഈ ഹൂവർ ഡാമിൻ്റെ മുകളിൽ കൂടെയായിരുന്നു ഹൈവേ കടന്നു പോയിരുന്നത്. നമ്മൾ കൊളറാഡോ നദിയെ ക്രോസ് ചെയ്തിരുന്നത് ഹൂവർ ഡാമിൻ്റെ മുകളിൽ കൂടെ കടന്നിട്ടാണ്. പക്ഷേ ഇത്തവണ ചെല്ലുമ്പോൾ നമ്മൾ ആ വളഞ്ഞു പൊളഞ്ഞ ആ വഴിയിലൂടെ അല്ല പോകുന്നത്. നേരെ 6 വരിയുള്ളൊരു പാത, ആ പാത ചെന്നൊരു പാലത്തിലേക്ക് കയറുകയാണ്. ഈ പാലം കൊളറാഡോ നദിക്ക് കുറുകെ അങ്ങ് പോവുകയാണ്. അന്ന് ഞാൻ വരുമ്പോൾ ഈ പാലം പണി നടക്കുന്നത് ഞാൻ ഓർക്കുന്നുണ്ട്. അതിപ്പോൾ കമ്മീഷൻ ചെയ്തിരിക്കുന്നു. 6 വരിയുള്ള കൂറ്റൻ പാലം. ഈ പാലത്തിൻ്റെ ഉയരം എത്രയെന്ന് അറിയാം? താഴത്തെ നദിയുടെ മുകൾ തട്ടിൽ നിന്ന് ഈ പാലത്തിൻ്റെ മുകളിൽ വരെ 1/4 കിലോമീറ്ററാണ് ഉയരം. അതായത് 250 മീറ്റർ ഉയരത്തിൽ ഒരു തൂണുകളില്ലാതെ ഒരു ആർച്ച് പാലം പണിത് വെച്ചിരിക്കുകയാണ്. അത്
മറ്റൊരു ലോകാത്ഭുതമാണ്. അങ്ങനെ 2 ലോകാത്ഭുതങ്ങൾ ഒന്നിച്ച് കാണാവുന്ന സ്ഥലത്തൂടെ കടന്നു പോകുന്നത്. അങ്ങനെ ഞങ്ങൾ കുറേ ദൂരം ഓടി. പിന്നെ മരുഭൂമി കൂടെയാണ്. ഇപ്പം നമ്മൾ ഈ കൊളറാഡോ നദി കടക്കുന്നതോടെ നമ്മൾ അരിസോണ സ്റ്റേറ്റിലേക്ക് കയറി. അരിസോണ സ്റ്റേറ്റിലൂടെ ഓടുകയാണ്. രസകരമാണ് യാത്ര, വിരസമായ ഒരു യാത്രയല്ല. ഇടയ്ക്കിടയ്ക്ക് റിക്രിയേഷൻ ഏരിയകളുണ്ട്, വിശ്രമ കേന്ദ്രങ്ങളുണ്ട്. തലേദിവസം ഞങ്ങൾ കുറേ പഴങ്ങളും ബ്രെഡും ജാമും ഒക്കെ മേടിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെയായിട്ട് ഞങ്ങളൊരു റെസ്റ്റ് ഏരിയയിലേക്ക് ചെന്ന് കയറി അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ തീരുമാനിച്ചു. അവിടെ ചെല്ലുമ്പോൾ രാവിലെ തന്നെ ടൂറിസ്റ്റുകൾ വന്നിട്ടുണ്ട്. അതായത് ഈ ലാസ് വേഗാസിൽ താമസിക്കുന്ന ടൂറിസ്റ്റുകളിൽ വലിയൊരു ശതമാനവും രാത്രിയിൽ ഈ ആഘോഷമൊക്കെ കഴിഞ്ഞ് വെളുപ്പിനേറ്റ് ഈ പറഞ്ഞ ഹൂവർ ഡാം കാണാനും അതല്ലെങ്കിൽ ഗ്രാൻഡ് കനിയൻ കാണാനും ഡെത്ത് വാലി കാണാനും ഒക്കെ പരിസരത്തിലുള്ള 10, 100, 150, 200 കിലോമീറ്റർ അകലെയുള്ള ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് പോകും. അപ്പോൾ ഇവർ ക്യാമ്പ് ചെയ്യുന്നത് അവരുടെ ബേസ് സ്റ്റേഷൻ എന്ന് പറയുന്നത് ലാസ് വേഗാസ് ആയിരിക്കും. രാത്രി ആഘോഷത്തിൻ്റെ ആ നഗരത്തിൽ തന്നെ ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഗ്രാൻഡ് കനിയൻ കാണാൻ പോകുന്നവരൊക്കെ ഇത്തരം റെസ്റ്റ് ഏരിയകളിൽ വന്ന് വണ്ടി നിർത്തും, കുറച്ച് നേരം വിശ്രമിക്കും, ഒന്ന് മൂത്രം ഒഴിക്കും, അല്ലെങ്കിൽ ഒന്ന് സിഗരറ്റ് വലിക്കും, അല്ലെങ്കിൽ തന്നെ 1-2 മണിക്കൂറൊക്കെ ഓടിക്കഴിഞ്ഞാൽ ഇവർ വിശ്രമിക്കുന്നൊരു സ്വഭാവമുണ്ട്. അവർക്ക് വേണ്ടി നിരവധി കച്ചവടക്കാരുണ്ട് അവിടെ. അത് നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളതുപോലെ ഉത്സവപ്പറമ്പിലൊക്കെ ഇരിക്കുന്നു പറഞ്ഞ പോലെ തന്നെ വള, മാല, കല്ല് വെച്ച മോതിരം, സ്റ്റോൺസിൻ്റെ വിവിധതരം പ്രഷ്യസ് സ്റ്റോൺ കൊണ്ടൊക്കെയുള്ള മാലകൾ, സ്ത്രീകളെ ആകർഷിക്കുന്ന കുറേ സാധനങ്ങൾ ഇങ്ങനെ ഒരു തുണി വിരിച്ച് അത് നിരത്തി വെച്ചിട്ടുണ്ടാവും. അതൊക്കെ മിക്കവാറും ഈ ഗോത്രവർഗ്ഗക്കാരാണ്, പഴയ റെഡ് ഇന്ത്യൻ വംശജരുടെ ഇന്ന് അവശേഷിക്കുന്ന ഇങ്ങേ തലമുറയിലുള്ള ആളുകൾ. അപ്പോൾ അവിടെ ഇരുന്നു. ഞങ്ങൾ കൊണ്ടുപോയ ഭക്ഷണമൊക്കെ എടുത്തു, ബ്രെഡും ജാമും വേറെ എന്തൊക്കെയുണ്ട്, ഇതെല്ലാം എടുത്ത് കഴിച്ച് കുറച്ച് നേരം ഒന്ന് വിശ്രമിച്ച് ഞങ്ങൾ വീണ്ടും യാത്രയായി. യാത്ര തുടരുമ്പോൾ വഴിയിൽ നിന്ന് നമുക്ക് ഈ നദിയിലേക്ക്, കൊളറാഡോ നദിയിലേക്ക് ഇറങ്ങാം എന്ന് ബോർഡുകൾ നിരന്തരം കാണാം. വില്ലോ ബീച്ചിലേക്ക് ഇനി ഒരു 2 കിലോമീറ്റർ കഴിഞ്ഞാൽ വലത്തോട്ട് തിരിയണമെന്ന്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, എന്നാൽ നമുക്ക് കൊളറാഡോ നദിക്ക് മുകളിൽ കൂടെ പോയി നമുക്ക് നദിക്ക് അകത്തൊന്നും ഇറങ്ങണ്ടേ, നമ്മൾ ഇത്രയും വന്നിട്ട് കൊളറാഡോ നദിയിൽ നിന്ന് കാല് നനയ്ക്കാതെ പോകുന്നത് ശരിയല്ല. വില്ലോ ബീച്ച് എന്ന് പറയുന്ന ഈ നദീ തീരത്തേക്ക് ഒന്ന് ഇറങ്ങാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ആലഞ്ചേരി വണ്ടി തിരിച്ചു വിട്ടു. അതൊരു വിജനമായ സ്ഥലം. ഈ റോഡ് അധികം ദൂരം ഉണ്ടാവില്ല എന്ന് തന്നെയാണ് കരുതിയത്. അത് തിരിഞ്ഞതും അബദ്ധമായി എന്ന് ഞങ്ങൾക്ക് തോന്നി. ഇത്തിരി കഴിഞ്ഞപ്പോഴത്തേക്കും വളരെ വിരസമായി, ഒരു മനുഷ്യനും ഇല്ലാത്ത, അത്ര ക്വാളിറ്റി ഒന്നും ഇല്ലാത്ത, ഒറ്റ വണ്ടിക്ക് മാത്രം പോകാവുന്ന പാതയിലൂടെ കൂടി കുറേ മുൾച്ചെടികളും ഒക്കെയുള്ള പ്രദേശത്തോടു കൂടി ഒടുവിൽ ഞങ്ങൾ ചെന്ന് നിൽക്കുന്ന ഈ വില്ലോ ബീച്ച് എന്ന് പറയുന്നത് ഒരു ഗംഭീര സ്ഥലമാണ്. ടൂറിസ്റ്റുകൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നൊരു മനോഹര സ്ഥലം. അത് ശരിക്കും പറഞ്ഞ ഒരു ബീച്ച് തന്നെയാണ്. മറീനയുണ്ട്, അവിടെ കുറേ ബോട്ടുകൾ കിടക്കുന്നുണ്ട്, ജെറ്റ് സ്കീയിങ്ങിനുള്ള ഫെസിലിറ്റികളുണ്ട്, കാറ്റമറനുകളുണ്ട്, നിരവധി ബോട്ടുകളുണ്ട്. മാത്രമല്ല കുറേ കുടുംബങ്ങൾ അവിടെ വന്നിട്ടുണ്ട്, കാറുകളൊക്കെ ആയിട്ട്. അവരൊക്കെ ഈ കൊളറാഡോ നദിയിലേക്ക് ഇറങ്ങി നീന്തുന്നു, കുളിക്കുന്നു. അതായത് ഇവിടെ കുത്തനെ അങ്ങ് കിടക്കുകയല്ല കൊളറാഡോ നദി, ഒരു മണൽപ്പരപ്പുണ്ട്, ഒരു ബീച്ച് പോലെ തന്നെയാണ് കിടക്കുന്നത്. കുറേ ദൂരം നമുക്ക് വെള്ളത്തിലൂടെ ഇറങ്ങി നടന്ന് ആഴം കൂടി വരും. പക്ഷേ അവിടെ കുട്ടികളും മുതിർന്നവരും ഒക്കെ കളിക്കുന്നു. അതിനടുത്ത് തന്നെ ഒരു റെക്രിയേഷണൽ ഏരിയയുണ്ട്. അവിടെ കയറിച്ചല്ല, അവിടെ റെസ്റ്റോറൻ്റ് ഉണ്ട്, ഭക്ഷണം കിട്ടും, അവിടെ ഇരുന്ന് കഴിക്കാം. ആ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ തിരിച്ച് വണ്ടിയിൽ വന്ന് കയറി വീണ്ടും യാത്രയാവുകയാണ്. അങ്ങനെ ഓടി പല കാഴ്ചകളുണ്ട്. അതിനിടയ്ക്ക് എല്ലാ റൈഡേഴ്സിനെയൊക്കെ ക്രോസ് ചെയ്താണ് നമ്മൾ കടന്നു പോകുന്നത്. നിരവധി റൈഡേഴ്സ് ഈ വഴികളിലൂടെയൊക്കെ പോകുന്നുണ്ട്. അങ്ങനെ ഓടി നമ്മൾ ഡോളാൻ സ്പ്രിംഗ് എന്ന് പറയുന്ന ഒരു ചെറിയ പട്ടണത്തിലേക്ക് എത്തുകയാണ്. ഈ ഡോളാൻ സ്പ്രിങ്സിലേക്ക് എത്തുമ്പോഴേക്കും നമുക്കൊരു സംശയമാകും, ഇത് അമേരിക്ക തന്നെയാണോ? കാരണം അവിടെ റോഡ് നല്ലതാണ്, പക്ഷേ റോഡിൻ്റെ വശങ്ങളിൽ 2 വശത്തുമുള്ള ഭൂമി ഒരു പ്രത്യേകതരം മരം, അതായത് ഇലകളൊന്നും ഉണ്ടെന്ന് നമുക്ക് തോന്നില്ല. ഒരു 1.5 ആൾ 2 ആൾ പൊക്കത്തിൽ നിൽക്കുന്ന ഒരേ ഇനം ചെടികളാണ്. അതായത് കള്ളിമുൾ ചെടികളുടെ മറ്റൊരു രൂപം എന്ന് വേണമെങ്കിൽ പറയാം. ജോഷുവ ചെടികൾ എന്നാണ് അതറിയപ്പെടുന്നത്. അതുമാത്രമാണ് കുറേ ദൂരം, 2 വശത്തും അതുമാത്രം. അത് നിരന്നങ്ങനെ അടഞ്ഞു നിൽക്കുകയല്ല, അവിടെ ഇവിടെ ഓരോന്നിത്. ഒരു മരുഭൂമിയുടെ സ്വഭാവം, ഒട്ടും ഭംഗിയില്ലാത്ത ഭൂപ്രദേശം. അങ്ങനെ ഈ ഡോളാൻ സ്പ്രിംഗ് പട്ടണത്തിലെത്തുമ്പോഴാവട്ടെ ആ പട്ടണത്തിൻ്റെ വഴിയോരങ്ങളിലെല്ലാം പലക അടിച്ചുണ്ടാക്കിയ പോലത്തെ വലിയ സൗന്ദര്യമൊന്നുമില്ലാത്ത, വലിയ ബലമൊന്നുമില്ലാത്ത തരത്തിലുള്ള താൽക്കാലികമായൊരു പട്ടണം അവിടെ ഉണ്ടാക്കിയതുപോലത്തെ കുറേ കെട്ടിടങ്ങൾ. അത് അടുത്തടുത്തൊന്നുമല്ല, ഗ്യാപ്പുണ്ട്. അതിനിടയ്ക്ക് ഈ മരം കൊണ്ട് തന്നെ പണിതെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ താൽക്കാലികമായിട്ട് പണിതെന്ന് തോന്നുന്ന ഒരു പള്ളി കാണും, ഒരു സൂപ്പർ മാർക്കറ്റ് കാണും, പിന്നെ ഒരു പെട്രോൾ പമ്പ് കാണും. ഈ പെട്രോൾ പമ്പൊക്കെ നമ്മൾ പഴയ കൗബോയ് സിനിമയെ കണ്ടിട്ടുള്ള പോലെയാണ്. ചെറിയ റെസ്റ്റോറൻറ്റുകൾ, ഇതെല്ലാം ഒരു പ്രാകൃത രൂപത്തിൽ, അതായത് 1 നൂറ്റാണ്ട് പഴക്കമുള്ള സാധനങ്ങളോ അല്ലെങ്കിൽ തട്ടിക്കൂട്ടിയ സാധനങ്ങളോ പോലെയാണ്. അപ്പോഴാണ് ആലഞ്ചേരി പറയുന്നത്, ഈ ഡോളാൻ സ്പ്രിംഗ് പോലുള്ള സ്ഥലങ്ങളിൽ ഇവിടെ സാധാരണ സമ്പന്നരായ ആളുകളോ അല്ലെങ്കിൽ അത്യാവശ്യം ചുറ്റുപാടുള്ളവരൊന്നും അല്ല വന്ന് താമസിക്കുന്നത്. ബഹുഭൂരിപക്ഷവും ദരിദ്രരാണ്. ദരിദ്രരെന്ന് പറഞ്ഞാൽ ഈ മെക്സിക്കോയിൽ നിന്നൊക്കെ ധാരാളം ആളുകൾ അമേരിക്കയിലേക്ക് അനധികൃതമായിട്ട് കുടിയേറി വരുന്നവർക്ക് ഒരു നഗരത്തിൽ പോയി ജീവിക്കാനോ താമസിക്കാനുള്ള കാശൊന്നും അവരുടെ കൈ കാണില്ല. ഇവർ ഈ മതിൽ ചാടിയും വേലി ചാടിയും ഒക്കെ ഇപ്പുറത്തേക്ക് അനധികൃതമായിട്ട് കയറി വരുമ്പോൾ ഇവരുടെ $100-200 കാണുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും ദാരിദ്ര്യത്തിൽ ജീവിക്കാവുന്ന പലക മേടിച്ച് ഉണ്ടാക്കിയ ചെറിയ ഷെഡുകളിലും
ചെറ്റപ്പുരകളിലും ഒക്കെ താമസിച്ച് അവരെന്തെങ്കിലുമൊക്കെ ജോലി അവിടെ ചെയ്ത് വല്ലോ പെട്രോൾ പമ്പിലും ജോലി ചെയ്ത് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സ്ഥലത്ത് പോയി ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്ത് കുറേശ്ശെ പൈസ ഉണ്ടാക്കി ഒരു നേരം ഭക്ഷണം കഴിച്ച് ജീവിക്കുന്ന അമേരിക്കക്കാരായ ആളുകൾ, നമ്മൾ അമേരിക്കൻ പൗരന്മാരെന്ന് പറയുമ്പോൾ ഈ കുടിയേറി വന്നവരും അല്ലാത്തവരുമായി നിരവധി ആളുകൾ താമസിക്കുന്ന തീരദാരിദ്ര്യം പിടിച്ച ഒരു പ്രദേശമാണിത്. മറ്റൊരു കൂട്ടർ അവിടെ വന്ന് താമസിക്കുന്നുണ്ട്. അതായത് അമേരിക്കയിൽ ജയിൽ ശിക്ഷ കഴിഞ്ഞ് പ്രത്യേകിച്ച് സ്ത്രീപീഡന കേസുകൾ, കൊലപാതക കേസുകളിലൊക്കെ പെട്ട ആളുകൾക്ക് ജയിൽ ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയാൽ ഒരു നഗരത്തിലും അവർക്കൊരു താമസം സൗകര്യം കിട്ടാൻ സാധ്യതയില്ല. അതായത് ഒരാൾ ഒരു വീട് വാങ്ങി ഒരു കമ്മ്യൂണിറ്റിയിൽ ജീവിതം ആരംഭിക്കണമെങ്കിൽ ആ കമ്മ്യൂണിറ്റിയിലുള്ളവരെല്ലാം അക്സെപ്റ്റ് ചെയ്യണം. അവിടെ ഇങ്ങനെ പുറത്തിറങ്ങുമ്പോൾ തന്നെ അവിടെ അറിയിപ്പ് വരും, ഇങ്ങനെ ഒരു ക്രിമിനൽ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ഈ ഒരു ബലാത്സംഗ കേസിലെ പ്രതി അല്ലെങ്കിൽ ബാലപീഡകൻ പുറത്തിറങ്ങിയിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരാൾ വന്നാൽ അവർക്ക് ഒരു പട്ടണത്തിലും ഒരു വീട് കിട്ടാൻ അത്ര എളുപ്പമല്ല, പോലീസിൻ്റെ ക്ലിയറൻസ് ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ളവർ സമൂഹത്തിൽ നിന്നകന്ന് ഈ ഡോളാൻ സ്പ്രിംഗ് പോലുള്ള സ്ഥലങ്ങളിൽ വന്ന് ഈ മരുഭൂമിയുടെ വിജനതയിൽ പരസ്പരം ഒരു ബന്ധവുമില്ലാതെ താമസിക്കുന്ന ഹിപ്പി കമ്മ്യൂണിറ്റികളെ പോലെ എവിടുന്നോ കയറി വന്നവരൊക്കെ താമസിക്കുന്ന ഈ സ്ഥലങ്ങളിൽ വന്നവർ താമസമാക്കും. അവിടെ പരിമിതമായ സൗകര്യങ്ങളിൽ, വളരെ ദരിദ്രമായ ചുറ്റുപാടുകളിൽ, നിസാരമായ ഡോളർ കൊണ്ടും പൈസ കൊണ്ടും അവരങ്ങനെ ജീവിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ളവരുടെ ഒരു സെറ്റിൽമെൻറ്റാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഡോളാൻ സ്പ്രിംഗ്. അല്ലാത്തവരും അവിടെയുണ്ട്, സർക്കാർ ഉദ്യോഗസ്ഥരുണ്ട്, പല സ്ഥാപനങ്ങൾ നടത്തുന്നവരുണ്ട്, പിന്നെ അവിടെയുള്ള ചില പൊതുസ്ഥാപനങ്ങളിലെ ജോലിക്കാരായി അവിടെ താമസിക്കുന്നവരൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെയുള്ളവരുടെ ഒരു സ്ഥലമാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഡോളാൻ സ്പ്രിംഗ്. അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്കും ആലഞ്ചേരി പറഞ്ഞു, ഇനി നമുക്കൊരു 10-100 കിലോമീറ്ററോടെ പോകാനുണ്ട്, 100 ചില്ലാനും കിലോമീറ്ററുകൾ ഇനിയും പോകാനുണ്ട്. പക്ഷേ അങ്ങോട്ട് പോയാൽ ഇനി പെട്രോളിന് വില കൂടിക്കൊണ്ടേയിരിക്കും. മാത്രമല്ല എവിടെയൊക്കെ പെട്രോൾ കിട്ടുമെന്നറിയില്ല. അപ്പോൾ ഫ്യൂവൽ അടിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു പമ്പിലേക്ക് കയറി. പക്ഷേ അത് ഞങ്ങൾക്കൊരു അബദ്ധം പറ്റി, കുറച്ചുകൂടെ നേരത്തെ ഫ്യൂവൽ അടിക്കേണ്ടിയിരുന്നു. അവിടെ ചെല്ലുമ്പം ഗ്യാലന് $4 വില പെട്രോളിന്, ഫ്യൂവലിന്. ഗ്യാലന് $4 എന്ന് പറഞ്ഞാൽ ഇന്നലെയൊക്കെ ഞങ്ങൾ അടിക്കുന്ന $2.50 $3 ഒക്കെ ആയിരുന്നു ഒരു ഗ്യാലന്. അതായത് $2.50 $3 $4 തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് ഇന്ത്യൻ രൂപയിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും. അതായത് $1.50 വ്യത്യാസം എന്ന് പറയാണ്ട് $120 ഡിഫറൻസാണ് ഒരു ഗ്യാലനിലുണ്ടായിരിക്കുന്നത്. അപ്പോൾ പക്ഷേ വേറെ വഴിയിൽ ഇനി മുമ്പോട്ട് പോയാൽ ഇനിയും കൂടുകയുള്ളൂ. അപ്പോൾ അവിടുന്ന് പെട്രോൾ അടിക്കാൻ തീരുമാനിച്ചു. ഞങ്ങളവിടെ ചെല്ലുമ്പോൾ വേറെ പലരും ഉണ്ട് പെട്രോൾ അടിക്കുന്നു. ഒരു വൃദ്ധനായ ഒരു മനുഷ്യൻ, പിന്നിൽ 2 പേരുണ്ട്. അയാളുടെ ഭാര്യ ഒരു സിഗരറ്റൊക്കെ വലിച്ച് കാറിനകത്ത് തന്നെ ഇരിക്കുന്നുണ്ട്. പെട്രോൾ പമ്പിൽ സിഗരറ്റ് വലിക്കരുതെന്നൊക്കെ ആണെങ്കിൽ അവിടെ അങ്ങനത്തെ നിയമമൊന്നും അവർ പാലിക്കാറില്ലെന്ന് മനസ്സിലായി. അപ്പൂപ്പനും ആലഞ്ചേരിയും കുശലം പറയുന്നു. അപ്പോൾ ഇവർ തമ്മിൽ സംസാരിക്കുന്ന വിഷയം 2 അമേരിക്കക്കാർ കണ്ടുമുട്ടുമ്പോൾ സംസാരിക്കുന്ന ഈ ഫ്യൂവലിൻ്റെ വില കയറ്റത്തെക്കുറിച്ചൊക്കെയാണ്. ആലഞ്ചേരി തനി അമേരിക്കക്കാരനെ പോലെ ഇയാളുമായിട്ട് സംസാരിക്കുന്നു, കുശലം പറയുന്നു, പെട്രോൾ അടിക്കാൻ സഹായിച്ചു കൊടുക്കുന്നു, ഇവർ നാട്ടുവിശേഷമൊക്കെ പറയുന്നു. അത് കഴിഞ്ഞ് പെട്രോളൊക്കെ അടിച്ച് ബോബ് എന്നാണ് ഈ അപ്പൂപ്പൻ്റെ പേര്. അപ്പൂപ്പൻ പട്ടാളത്തിലായിരുന്നു. അപ്പോൾ 2 പേർക്കും പട്ടാള കഥകൾ കുറേ പറയാറുണ്ട്. ഈ ബോബ് അപ്പൂപ്പൻ്റെ വേഷം അങ്ങനെ തന്നെയാണ്, ഈ ഡോളാൻ സ്പ്രിങ്ങിന് പറ്റുന്നൊരു വേഷമാണ്. ഒരയഞ്ഞു തൂങ്ങിയ കൈയില്ലാത്തൊരു ബനിയന്, നാഗരികതയുടെ കെട്ടുകാഴ്ചകളൊന്നും വേണ്ടല്ലോ, പ്രാകൃതമായിട്ട് അങ്ങ് ജീവിക്കാവുന്നൊരു സ്ഥലമല്ലേ. അങ്ങനെ അപ്പൂപ്പൻ പെട്രോൾ അടിച്ച് അപ്പൂപ്പൻ പോയി. അങ്ങനെ നിൽക്കുമ്പോൾ 2 പയ്യന്മാർ ഒരു ബൈക്കായി വരുന്നു. ഈ പയ്യന്മാർ വരുന്ന ബൈക്കാണ് കൗതുകം. അതിലെ ഒരു ചക്രം ചെറുതും ഒരു ചക്രം വലുതുമാണ്. ഇവന്മാർ തന്നെ വീട്ടിൽ തട്ടിക്കുട്ടി ഉണ്ടാക്കിയതാണോ എന്ന് തോന്നും. ഒരു 13-14 വയസ്സേ ഉള്ളൂ ഇവന്മാർക്ക്. വണ്ടി ഓടിക്കാനുള്ള പ്രായം ആയിട്ടില്ല. ലൈസൻസ് എങ്ങനെ ഇവന്മാർക്ക് കിട്ടുമെന്ന് എനിക്കറിയില്ല. ലൈസൻസ് ഒന്നും വേണ്ടായിരിക്കും അവിടെ. ഇവന്മാർ വന്ന ബൈക്ക് അതെങ്ങനെ ഓടുന്നു നമുക്ക് അത്ഭുതം തോന്നും. യന്ത്രമൊക്കെ അതിനുണ്ടോ എന്ന് സംശയം തോന്നുന്ന ഒരു സാധനത്തെ വന്ന് നിൽക്കുന്നു. ഒരുത്തനകത്ത് പോകുന്നു. $4 കൊണ്ടുപോയി കൊടുത്ത് 1 ഗ്യാലൻ കൃത്യം അടിക്കാനുള്ള പൈസ അടച്ചിട്ട് തിരിച്ചു വരുന്നു. ഇവന്മാർ പെട്രോൾ അടിച്ചു, ഒരു ചവിട്ടി തിരിച്ചു പോകുന്നു. ആ പോക്ക് ഒരു രസമാണ്. അതായത് അന്തവും കുന്തവും ഇല്ലാത്തൊരു ജീവിതം നമുക്ക് പറയുന്ന പോലെ അമേരിക്കയുടെ ഈ വിദൂര മരുഭൂമിയിൽ ഒരഭയാർത്ഥി ജീവിതം നയിക്കുന്ന, ഒരാട് ജീവിതം നയിക്കുന്ന 2 പിള്ളേർ ബൈക്കായിട്ട് പെട്രോൾ അടിച്ച് അങ്ങ് പോകുന്നു. അങ്ങനെ പെട്രോളൊക്കെ അടിച്ച് ഞങ്ങൾ അവിടുന്ന് വീണ്ടും യാത്രയാകണം. ഇങ്ങനെ പോകുമ്പം ഞാൻ പറഞ്ഞു, നമുക്ക് ഈ ഡോളാൻ സ്പ്രിങ്ങിൻ്റെ ഹൈവേ കൂടെ അല്ലാതെ ഈ ഉൾനാടുകളൊന്ന് കാണാൻ കയറിപ്പോയാലോ, എങ്ങനെയാണ് ഇവർ താമസിക്കുന്നത്, ഇവരുടെ വീടുകൾ എങ്ങനെയാണ്, അവരുടെ ചുറ്റുപാട് എങ്ങനെയാണെന്ന് കണ്ടാലോ. അങ്ങനെ ഞങ്ങൾ അകത്തേക്ക് വണ്ടി വിട്ടു. അത് മൺപാതകളാണ്, പാതയെന്നും പറയാൻ പറ്റില്ല, മരുഭൂമിയിലെ ചരൽ. അതിലൂടെ കാറ് 2-3-4 തവണ ഓടുമ്പോൾ അവിടെ ഒരു ചാല് വീഴുമല്ലോ, അങ്ങനെയുള്ളൂ. പിന്നെ ഈ പറഞ്ഞ ജോഷുവ ട്രീകളാണ് ചുറ്റും നിൽക്കുന്നത്. ഈ റോഡിൻ്റെ വക്കിൽ പലയിടത്തും ഈ തേനീച്ചപ്പെട്ടി പോലെ കുറേ പെട്ടികൾ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. അതിൽ ചില നമ്പറുകളുമുണ്ട്. ഇത് ഈ ഉൾനാടുകളിലുള്ള ഇത്തരം ചെറിയ ചെറ്റ വീടുകളുണ്ടല്ലോ, ഈ പലകടിച്ച ഷീറ്റ് മേഞ്ഞ ഈ ദാരിദ്ര്യ വീടുകളുടെ ഓരോന്നിൻ്റെയും നമ്പറാണത്. അതാണ് അവരുടെ പോസ്റ്റ് ബോക്സ്. ടെലഫോണിൻ്റെയോ കറണ്ടിൻ്റെയോ ബില്ല്, ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ, ഇൻഷുറൻസിൻ്റെ എന്തെങ്കിലും പേപ്പർ, ഇതൊക്കെ ഒഫീഷ്യലല്ല, ഇപ്പോഴും കത്തുകളായിട്ട് അവിടെ ചെല്ലുന്നത്. അത് ഇത്തരം പെട്ടികളിൽ ചെന്ന് കിടക്കും.
ഈ വീടുകളുടെ സ്ഥിതിയും വളരെ ദൈന്യതയിലാണ്. അതിനകത്തൊന്ന് കയറി കാണണമെന്ന് നമുക്കുണ്ട്, പക്ഷേ അതിനകത്തേക്ക് പലതും അടച്ചു കിടക്കുകയാണ്. തുറന്നു കിടക്കുന്നതിലും ഈ പറഞ്ഞ പോലെ വന്നിരിക്കുന്ന ആളുകളാണ്. അകത്തേക്ക് ക്യാമറയായിട്ട് കയറി ചെന്നാൽ എന്താ പ്രതികരണമെന്ന് നമുക്കറിയില്ലല്ലോ. അഭയാർത്ഥികളായി കയറി വന്നവരോ അതുമല്ലെങ്കിൽ ഒരു കാലത്ത് തടവുപുള്ളികളായി അല്ലെങ്കിൽ കഠിനമായ ജയിൽ ജീവിതമൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങിയവരോ ഒക്കെ ആയ ആളുകൾ, പരുക്കനായ മനുഷ്യർ, അവരുടെ ആ ഗ്രാമം പിന്നിട്ട് ഞങ്ങൾ വീണ്ടും ഹൈവേ കയറി ഗ്രാൻഡ് കനിയനിലേക്ക് യാത്ര തുടർന്നു. അങ്ങനെ പോകുമ്പോൾ ഒരു വലിയൊരു ബോർഡ് കണ്ടു, ഗ്രാൻഡ് കനിയൻ റാഞ്ച്. പളവളത്ത ലക്ഷൂറിയസ് ആയിട്ടുള്ള റിസോർട്ടുകളോ അല്ലെങ്കിൽ വലിയ ആഡംബര 5 സ്റ്റാർ 7 സ്റ്റാർ ഹോട്ടലുകളോ അല്ലാതെ പ്രകൃതിയോട് ചേർന്ന് അല്പം റഫായിട്ടുള്ള, നമ്മൾ ചില യൂട്യൂബ് വീഡിയോകളൊക്കെ കണ്ടിട്ടില്ലേ, പ്രകൃതിയിലേക്ക് ഇറങ്ങി മരവീടുകളൊക്കെ, മരം കൊണ്ടുള്ള ഷെഡൊക്കെ പണിത് അതിനകത്ത് താമസിക്കുന്നത്, അതുപോലത്തെ റാഞ്ച് ഹൗസുകൾ, അവിടെ ഹെൽത്ത് റിസോർട്ടും ഒക്കെ പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടെ ബഹുഭൂരിപക്ഷ റിസോർട്ടുകൾ ഈ പ്രദേശത്ത് ഇനി അങ്ങോട്ട് റൺ ചെയ്യുന്നത് ഗോത്രവർഗ്ഗക്കാരാണ്. ഈ പ്രദേശത്തുള്ള ഹുവാലാപ്പൈ എന്ന് പറയുന്ന ഒരു ഗോത്രമുണ്ട്. അത് പഴയ റെഡ് ഇന്ത്യൻ ഗോത്രത്തിൻ്റെ ഒരു വിഭാഗമാണ്. ഈ ഹുവാലാപ്പൈ ഗോത്രക്കാർ ഉണ്ടായിരുന്നവരെ വെള്ളക്കാർ അവിടെ ചെന്നതിന് ശേഷം പല നൂറ്റാണ്ടുകൾ കൊണ്ട് കൊന്നൊടുക്കി, ഇവരെ പല ഏറ്റുമുട്ടലുകളുടെ കൊന്നൊടുക്കി അവരുടെ നാട് പിടിച്ചെടുത്തതാണ് ഈ അമേരിക്ക എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു പരിഹാരക്രിയ എന്ന മട്ടിൽ ഇപ്പോൾ, അതായത് 1940കളിലും 50കളിലും ഒക്കെ മുതലൊരു വലിയ മൂവ്മെൻ്റ് ഉണ്ടായി. ഗവൺമെൻറ്റിൻ്റെ പോളിസികൾ മാറി. ഈ ഗോത്രവർഗ്ഗക്കാർ, അവശേഷിക്കുന്ന ഗോത്രവർഗ്ഗക്കാരെ ഗംഭീരമായിട്ട് സംരക്ഷിക്കണം, അവർ നാടിൻ്റെ പൊതുസ്വത്താണ്, അവരിനി പഴയ യാതനകളൊന്നും അനുഭവിക്കാൻ പാടില്ല എന്ന് കരുതി അവർക്ക് പല പ്രിവിലേജസും കൊടുത്തു. അതിലൊന്ന്, ഇത്തരം ടൂറിസം ഡെസ്റ്റിനേഷനുകൾ, ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ വരുന്ന ഡെസ്റ്റിനേഷനുകളൊക്കെ മാനേജ് ചെയ്യാൻ, അവിടെ റിസോർട്ടുകൾ നടത്താൻ, അവിടുത്തെ ടൂറുകൾ കണ്ടക്ട് ചെയ്യാൻ, അവിടെ താമസ സ്ഥലങ്ങൾ ഒരുക്കാൻ, പലവിധ സാഹസിക യാത്രകൾ നടത്താൻ എല്ലാമുള്ള അനുവാദം ഇവർക്ക് കൊടുക്കാൻ തുടങ്ങി. അവിടെ കാസിനോകൾ നടത്താൻ ഒക്കെ മറ്റുള്ളവർക്ക് അവിടെ കിട്ടില്ല. അപ്പോൾ അവരുടെ സാമ്പത്തിക സ്രോതസ്സായി ഇത്തരം ടൂറിസം ഡെസ്റ്റിനേഷനുകൾ മാറി. അതായത് നമ്മുടെ ഗ്രാൻഡ് കനിയൻ പോലുള്ള ഈ ലോകപ്രശസ്തമായ ഡെസ്റ്റിനേഷൻ മാനേജ് ചെയ്യുന്നത് ഇന്ന് ഈ ഹുവാലാപ്പൈ ഗോത്രങ്ങളാണ്, പ്രത്യേകിച്ച് ഇതിൻ്റെ വെസ്റ്റ് റിമൊക്കെ. അപ്പോൾ അവരുടെ റിസോർട്ടുകളൊക്കെയാണ്. അങ്ങനെ നമ്മൾ കുറേ ചെല്ലുമ്പോഴത്തേക്കും ഒരു എയർപോർട്ട്, റൺവേ കാണുന്നു, ഹെലിപ്പാഡുകൾ കാണുന്നു, നിരവധി ഹെലികോപ്റ്ററുകൾ കാണുന്നു. അതായത് അവിടെ ഒരു ടൂറിസം ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ ഒരു വലിയ പ്രസ്ഥാനം, വലിയൊരു ടൗൺഷിപ്പാണ്. അവിടെ ടൂറിസ്റ്റുകളാണ് വരുന്നതെങ്കിൽ അവരെന്തൊക്കെ ചെയ്യണമെന്ന് പ്ലാൻഡാണ്, അവർക്ക് എന്തൊക്കെ ഫെസിലിറ്റി വേണമെന്ന് പ്ലാൻ ചെയ്തിരിക്കുകയാണ്. അവിടെ ആ ഫെസിലിറ്റികളുടെ രൂപഘടന എങ്ങനെയായിരിക്കണമെന്ന് ഡിസൈൻ ചെയ്തിരിക്കുകയാണ്. അതാരാണ് നടത്തേണ്ടതെന്ന് ഡിസൈൻ ചെയ്തിരിക്കുകയാണ്. അതിന് ഫീസ് എത്രയാണെന്ന് കൃത്യമായ പ്ലാനുണ്ട്. അപ്പോൾ വെൽ ഡിസൈൻഡാണ്. പ്രകൃതി ഇവർക്ക് സമ്മാനിച്ച ഗ്രാൻഡ് കനിയൻ എന്ന് പറയുന്ന ആ മഹാഗർത്തം പോലും പ്രൊഫഷണലി മാനേജറാണ്. ഇതൊക്കെ കണ്ടിട്ടാണ് ഞാൻ പലപ്പോഴും നമുക്ക് കേരളത്തിൽ ഇത്തരത്തിലുള്ള ടൂറിസം കേന്ദ്രങ്ങളെ ഹബ്ബുകളാക്കി മാറ്റണമെന്നും, നമ്മുടെ മൂന്നാറും തേക്കടിയും വർക്കലയും കുമരകവും ആലപ്പുഴയും ബേപ്പൂരും വയനാടും ബേക്കലും ഒക്കെ ഓരോരോ ഇത്തരം ഹബ്ബുകളാക്കണം. ഗ്രാൻഡ് കനിയനും നയാഗ്ര ഫാൾസും ഒക്കെ ഓരോ ഹബ്ബുകളാക്കി അവരെങ്ങനെ വളർത്തിയോ അതുപോലെ ആയിരിക്കണം നമ്മളുടെ ഇത്തരത്തിൽ ഓരോ ടൂറിസം കേന്ദ്രത്തെയും പ്ലാൻഡായിട്ട് കൃത്യമായ പദ്ധതിയോടുകൂടി ഓരോ ടൂറിസം ഹബ്ബുകളാക്കേണ്ടത്. അവിടെ സുവനീർ ഷോപ്പുകൾ വേണം, അവിടെ ഗോത്രവർഗ്ഗക്കാരുടെ ഡെമോൺസ്ട്രേഷനും പെർഫോമൻസ് നടത്താനുള്ള സ്ഥലങ്ങൾ വേണം, അവിടെ റിസോർട്ടുകൾ വേണം, അവിടെ എൻ്റർടൈൻമെൻറ്റ് ഫെസിലിറ്റികൾ വേണം, അവിടുത്തെ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റികൾ വേണം, അവിടെ റെസ്റ്റോറൻറ്റുകൾ വേണം, അവിടെ പബ്ലിക് ഇൻഫർമേഷൻ സെൻറ്ററുകൾ വേണം, ടൂറിസം പെർഫോമൻസ് തിയേറ്ററുകൾ വേണം, ഹെലികോപ്റ്റർ റൈഡുകൾ വേണം, കേബിൾ കാറുകൾ വേണം, ബോട്ട് റൈഡുകൾ വേണം, സാഹസിക യാത്രകളുടെ ഫെസിലിറ്റികൾ വേണം. ഇതെല്ലാം ക്രോഡീകരിക്കുന്ന, ഏകോപിപ്പിക്കുന്ന ഒരു ഭരണ സംവിധാനം വേണം. ഇതിനാണ് ഞാൻ ഹബ്ബ് എന്ന് പറയുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ ഞാൻ കഴിഞ്ഞ 3 വർഷമായിട്ട് ഹബ്ബുകൾ കേരളത്തിൽ വേണം, ഈ ടൂറിസത്തിലെ കേരളത്തിലെ ഒരു 25 ടൂറിസം ഡെസ്റ്റിനേഷനുകളെ ഇത്തരം ഹബ്ബുകളാക്കി മാറ്റണമെന്ന് പറയുന്നത് മുകൾ മുതൽ താഴെ വരെയുള്ള ഒരാൾക്കും ഇപ്പോഴും മനസ്സിലായിട്ടില്ലാതെ വിശ്രമിക്കുകയാണ് ആ പദ്ധതി. വണ്ടി ഒരിടത്ത് പാർക്ക് ചെയ്യുന്നു, ഇറങ്ങിച്ചെല്ലുമ്പോൾ വലിയൊരു കൂടാരം, ഈ കൂടാരമാണ് അവിടുത്തെ ഈ പറഞ്ഞ ഹബ്ബ്. അതിനകത്താണ് ടിക്കറ്റ് എടുക്കുന്നതും സുവനീർ വാങ്ങുന്നതും ഭക്ഷണം കഴിക്കുന്നതും അടുത്ത സ്ഥലങ്ങളിലേക്ക് പോകാനുള്ള ബസ് കിട്ടാൻ വേണ്ടി കാത്തു നിൽക്കുന്നതൊക്കെ. അതായത് നമ്മുടെ വണ്ടികൾ ഇവിടം വരെ വരുള്ളൂ, ഇവിടെ പാർക്ക് ചെയ്തിരിക്കണം. ഇനി അങ്ങോട്ട് ഗ്രാൻഡ് കനിയൻ്റെ വക്കിലേക്ക് പോകണമെങ്കിൽ, അവിടുന്ന് അടുത്തടുത്ത കാഴ്ചകളിലേക്ക് പോകണമെങ്കിൽ ഇവർ ഓപ്പറേറ്റ് ചെയ്യുന്ന ബസ്സുണ്ട്. അതിൽ $50 ടിക്കറ്റ് എടുത്താൽ അതിൽ നമുക്ക് കയറാം. ഓരോ സ്ഥലങ്ങളിൽ ഇവർ കൊണ്ട് ഇറക്കും, അവിടെ നമുക്ക് ഇറങ്ങി കുറേ സമയം സ്പെൻഡ് ചെയ്യാം. അടുത്ത ബസ് വരുമ്പോൾ അതിൽ കയറി അടുത്ത സ്ഥലത്തേക്ക് പോകാം. ഇങ്ങനെ 3 പ്രധാന ഡെസ്റ്റിനേഷനുകൾ കണ്ട്, കാഴ്ചകൾ കണ്ട് നമുക്ക് അവിടുത്തെ പല എക്സ്പീരിയൻസുകളിലേക്കും പോയി തിരിച്ചു വരാം. അതാണ് അവിടുത്തെ പ്രധാന ടൂർ. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഹെലികോപ്റ്ററിൽ ഈ ഗ്രാൻഡ് കനിയന് മുകളിലൂടെ അതിൻ്റെ താഴേക്കൊക്കെ ഇറങ്ങാം, പറക്കാം. അതുപോലെ തന്നെ കുതിര സവാരികൾ നടത്താം, കുതിര വണ്ടിയിലുള്ള സവാരികൾ നടത്താം. നേരത്തെ രാവിലെ തന്നെ വരികയാണെങ്കിൽ നമുക്ക് നടന്ന് താഴേക്ക് ഇറങ്ങാം, നദിയിലേക്ക് 1.5 കിലോമീറ്റർ താഴേക്ക് ഗർത്തത്തിലേക്ക് ഇറങ്ങിപ്പോവാം. അതിനുള്ള വഴികളുണ്ട്, ട്രെയിലുകൾ എന്ന് പറയുന്നത്. അത്തരം ട്രെയിലുകളിലൂടെ പോയി തിരിച്ച് കയറി വരാം. അങ്ങനെ അതിനൊക്കെ വേണ്ടി ആയിരക്കണക്കിന് ആളുകളാണ് വരുന്നത്.
അപ്പോൾ ഈ കൂടാരം പോലത്തെ ഈ ഫെസിലിറ്റി സെൻറ്ററിൽ അല്ലെ വെൽക്കം സെൻറ്ററിൽ എത്രയോ ആളുകളാണെന്നറിയോ ടിക്കറ്റ് എടുക്കാൻ നിൽക്കുന്നത്, $50 ടിക്കറ്റ് എടുക്കാൻ. അതുകൂടാതെ സുവനീർ ഷോപ്പുകൾ, അവിടുത്തെ ഗോത്രവർഗ്ഗക്കാരുണ്ടാക്കുന്ന കരകൗശല വസ്തുക്കൾ മുഴുവൻ ഡിസ്പ്ലേ ചെയ്തിരിക്കുക, ടീഷർട്ടുകൾ, ഇതിനൊക്കെ ഒരു പ്രൊഫഷണലിസം ഉണ്ട് എല്ലാത്തിനും. അതൊക്കെ നിരവധി ആളുകൾ വാങ്ങിക്കൊണ്ട് പോകുന്നു. ഈ ഗോത്രവർഗ്ഗക്കാരുടെ അമ്പും വില്ലും, അവരുടെ പഴയ ആയുധങ്ങൾ, അവരുടെ തൊപ്പി, തലപ്പാവ്, ആഭരണങ്ങൾ, ഇതെല്ലാം അവിടെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ഗോത്രഗ്രാമങ്ങളിൽ ഇപ്പോഴും അതൊക്കെ ഉൽപ്പാദിപ്പിക്കുന്നു. അതിലൂടെ ഈ ഗോത്രവർഗ്ഗക്കാരെല്ലാം പൈസ ഉണ്ടാക്കുന്നു. അപ്പോൾ അവിടുന്ന് ടിക്കറ്റ് എടുത്ത് ഞങ്ങൾ ബസ് വരുന്നിടത്ത് കാത്തു നിന്നു. ആ ബസ്സിൽ കയറി ആദ്യം നമ്മൾ പോകുന്നത് ഹുവാലാപ്പൈ റാഞ്ച് എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ്. അത് ഗ്രാൻഡ് കാനിയൻ്റെ വക്കിലല്ല, അങ്ങോട്ട് പോകുന്ന വഴിക്കൊരു സ്റ്റോപ്പാണ്. അതൊരു 1-2 കിലോമീറ്റർ ഓടി കഴിയുമ്പോഴത്തേക്കും ബസ് അവിടെ നിർത്തും. വേണ്ടവർക്ക് ഇറങ്ങാം, അല്ലാത്തവർക്ക് വീണ്ടും ഈ ബസ് മുമ്പോട്ട് പോകും. പക്ഷേ അവിടെ ഞങ്ങൾ ഇറങ്ങാൻ തീരുമാനിച്ചു. ഹുവാലാപ്പൈ റാഞ്ചിൽ ഇറങ്ങി. ഈ ഹുവാലാപ്പൈ റാഞ്ച് എന്ന് പറയുന്നത് ശരിക്കും ആർട്ടിഫിഷ്യലി ക്രിയേറ്റ് ചെയ്തൊരു വില്ലേജാണ്. അതായത് 1800കളിൽ ഈ പ്രദേശത്ത് എങ്ങനെയായിരുന്നു മനുഷ്യൻ വസിച്ചിരുന്നത്. പ്രത്യേകിച്ച് ഗോത്രവർഗ്ഗക്കാർ മാത്രമല്ല, ആ സമയമൊക്കെ ആയപ്പോഴത്തേക്കും സ്പെയിൻകാർ കുടിയേറി വന്നു. ഇവരുമായിട്ടുള്ള ഏറ്റുമുട്ടലുകൾ നടന്നു. ഈ കൗബോയ് ഗ്രാമങ്ങൾ രൂപപ്പെട്ടു. നമ്മൾ കൗബോയ് സിനിമകളൊക്കെ കണ്ടിട്ടില്ലേ, അതിൽ കാണുന്ന തരത്തിൽ തോക്കുമായിട്ട് നടക്കുന്ന കൗബോയ് തൊപ്പിയൊക്കെ വെച്ച് കുതിരപ്പുറത്ത് വരുന്ന ആളുകൾ, ഗ്രാമങ്ങളെ കൊള്ളയടിക്കുന്നവർ, അല്ലെങ്കിൽ അവിടുന്ന് പെൺകുട്ടികളെ തട്ടിക്കൊണ്ടു പോകുന്നവർ, അങ്ങനെ കുറച്ച് മല്ലന്മാർ, ഗുണ്ടായിസം ഒക്കെ ആയിട്ട് നടക്കുന്ന ആളുകളുടെ ഗ്രാമങ്ങൾ, അവർക്കുള്ള ബാറുകൾ, അവിടെ പോയിരുന്നിട്ട് തോക്ക് കാണിച്ച് മദ്യപിക്കുന്നവർ, അല്ലെങ്കിൽ മദ്യപിച്ച് അവിടെ ഇരുന്ന് വഴക്കുണ്ടാക്കുന്നവന്മാർ, ഇതൊക്കെ ഈ ഹോളിവുഡ് സിനിമകളിലെ കഥകളും കഥാപാത്രങ്ങളും കഥാസന്ദർഭങ്ങളും ഒക്കെയാണ്. ഇതൊക്കെ ശരിക്കും നടന്ന ഗ്രാമങ്ങളുണ്ട് ഇവിടെ, നിരവധി ഗ്രാമങ്ങൾ. അതെല്ലാം ഈ പ്രദേശങ്ങളിലാണ്. അതിൻ്റെ ഒരു മാതൃക അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. അതാണ് ഹുവാലാപ്പൈ റാഞ്ച്. അപ്പോൾ അവിടെ ഒരു ജയിലുണ്ട്. കാരണം ഇത്രയും എല്ലാ ഗ്രാമത്തിലും ഒരു ജയിലുണ്ടാവും. അവിടെ ഒരു കൗണ്ടി ഷെറീഫ് എന്ന് പറഞ്ഞ ഒരു പോലീസുകാരനുണ്ടാവും. അയാളായിരിക്കും ഇതിൻ്റെ മുഴുവൻ നിയമപാലനത്തിൻ്റെ ചുമതല. അയാൾക്ക് ഒരു തോക്കുണ്ടാവും. ഒരുത്തൻ അവിടെ പ്രശ്നം ഉണ്ടാക്കിയാൽ അവനെ പൂട്ടിയിടാനുള്ള ഒരു ജയിലും അവിടെ ഉണ്ടാവും. അത് 2 മുറിയേ കാണുള്ളൂ, നമ്മുടെ ലോക്കപ്പ് എന്ന് വേണേൽ പറയുന്ന പോലെ. അത്തരം സാധനങ്ങളുണ്ട്. പിന്നെ അവിടെ നിന്ന് കുതിരപ്പുറത്ത് നമുക്ക് ഈ ഗ്രാൻഡ് കാനിയൻ്റെ വക്കിലൂടെ താഴേക്ക് ഇറങ്ങാം. കുതിര വണ്ടികളുണ്ട്. നമ്മൾ ഈ ബസ്സിന് പകരം ഈ കുതിരവണ്ടികളിൽ പോകും, അതിനൊക്കെ എക്സ്ട്രാ പൈസ കൊടുക്കണം. അതുകൂടാതെ ഒരു ടെലഗ്രാഫ് ഓഫീസുണ്ട്. ഇത്ര എല്ലാ ഗ്രാമങ്ങളിലും, കൗബോയ് ഗ്രാമങ്ങളിലും ഓരോ ടെലഗ്രാഫ് ഓഫീസ് ഉണ്ടായിരുന്നു. ഈ ടെലഗ്രാഫ് ഓഫീസാണ് ശരിക്കും ഈ ഗ്രാമത്തെ രാജ്യവുമായിട്ട് അല്ലെങ്കിൽ മറ്റ് നഗരങ്ങളുമായിട്ടും ഗ്രാമങ്ങളുമായിട്ടും ബന്ധിപ്പിച്ചിരുന്നത്. അപ്പോൾ ആ ടെലഗ്രാഫ് ഓഫീസ്, പിന്നെ ഒരു ഗ്രോസറി ഷോപ്പ്, നാട്ടുകാർക്കുള്ള സാധനങ്ങൾ വാങ്ങുന്ന ഷോപ്പ്, ഇതെല്ലാം 1800കളിൽ എങ്ങനെയാണോ അങ്ങനെ സൃഷ്ടിച്ച് വെച്ചിരിക്കുകയാണ്. അതിൻ്റെയൊക്കെ മുമ്പിൽ നിന്ന് ഫോട്ടോ എടുക്കുക, വീഡിയോ എടുക്കുക, വിഷ്വൽസ് പകർത്തുക, ഇതൊക്കെയാണ് നമ്മുടെ ജോലി. ഞങ്ങൾ അടുത്ത ബസ്സിൽ കയറി അടുത്ത സ്ഥലത്തേക്ക് പോയി. അടുത്തത് നമ്മൾ ചെല്ലുന്നത് ഈഗിൾ പോയിൻ്റ് എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഈഗിൾ പോയിൻ്റാണ് ഇവിടുത്തെ ഏറ്റവും ആകർഷകമായ സ്ഥലങ്ങളിലൊന്ന്. അവിടെ നമ്മൾ ചെന്ന് ഇറങ്ങുന്നത് ഗ്രാൻഡ് കാനിയൻ്റെ വക്കിലേക്കാണ്. മനോഹരമായ കാഴ്ച, അത്ഭുതപ്പെടുത്തുന്ന കാഴ്ച. അതൊരിക്കലും ഒരു ക്യാമറയിലൂടെ ഷൂട്ട് ചെയ്ത ഒരു TV സ്ക്രീനിലോ അല്ലെങ്കിൽ ഒരു സിനിമയുടെ വലിയൊരു തിയേറ്ററിലെ സ്ക്രീനിൽ പോലും നമുക്ക് കാണിക്കാൻ പറ്റില്ല. അത്ര വിശാലമാണ്. അതൊരു 360 ഡിഗ്രിയിൽ നമ്മളങ്ങനെ നിന്ന് കാണുക തന്നെ വേണം. ഒരു ഭീകരമായ ഗർത്തം, വലിയൊരു കുഴിയല്ല, നീണ്ടു കിടക്കുന്നൊരു ചാലെന്ന് വേണേൽ പറയാം. 30 കിലോമീറ്ററാണ് അതിൻ്റെ പരമാവധി. ചിലയിടത്ത് 1-2 കിലോമീറ്റർ വീതിയുള്ള ഇടുങ്ങി വരും, ചിലയിടത്ത് 30 കിലോമീറ്റർ വരെ വീതിയിലേക്ക് പോകും. ആഴം 1.5 കിലോമീറ്ററാണ്. മനസ്സിലായി? 1.5 കിലോമീറ്റർ താഴേക്ക് ഇങ്ങനെ കിടക്കുന്ന കുഴി, അതിൻ്റെ അടിയിൽ കൂടെ ഇങ്ങനെ നദി ഒഴുകുന്നു, കൊളറാഡോ നദി. അപ്പോൾ ഇവിടെ ഞാൻ ആ വക്കയെ കൂടെ ഒക്കെ നടന്നു. കാരണം ഈ വക്കിൽ നടന്ന് ഈ കുഴിയും കൂടെ കൂട്ടി ഒരു ഷോട്ടുകൾ എടുത്തെങ്കിലേ ഭംഗിയാവുള്ളൂ. അപ്പോൾ ഞാനിങ്ങനെ ക്യാമറയും പിടിച്ച് ഇങ്ങനെ വക്കയെ കൂടെ നടക്കുകയാണ്. ലാലുവിന് ഇത് കണ്ടിട്ട് വിറയ്ക്കുന്നുണ്ട്. പുള്ളി എന്നെ ഇങ്ങനെ എൻ്റെ ഷർട്ടെ വലിച്ചു പിടിച്ചേക്കുക, നീ ഇപ്പോൾ വീഡിയോ എടുത്തില്ലെങ്കിലും വേണ്ടില്ല, ജീവനോടെ നിന്നെ തിരിച്ചു കൊണ്ടുപോകാൻ ഞങ്ങളുടെ ആവശ്യമെന്നും പറഞ്ഞ് ആലഞ്ചേരി ലാലു ഇങ്ങനെ പുറകോട്ട് വലിച്ചു പിടിച്ചിരിക്കുക എന്നെ. അപ്പോൾ ഞാൻ ഈ വക്കിലൂടെ നടന്ന് മനോഹരമായ വിഷ്വൽസാണ് അതിങ്ങനെ ഷൂട്ട് എടുക്കുന്നു. അപ്പോൾ എന്നേക്കാൾ സാഹസികന്മാർ അവിടെയുണ്ട്. ഈ ഗർത്തത്തിലേക്ക് ഇങ്ങനെ തള്ളി നിൽക്കുന്ന ചില പാറകളുണ്ട്. ഇതിൻ്റെ വക്കെ പോയി നിന്നുകൊണ്ടൊക്കെ ഫോട്ടോ എടുക്കുന്ന ചിലരുണ്ട്. അത് കാണുമ്പോൾ നമ്മുടെ കാലിന് അടിയിൽ നിന്ന് ഇങ്ങനെ ഒരു തരിപ്പിങ്ങ് കയറി വരും. ഞാൻ ഈ വക്കക്കൾ നടക്കുമ്പോൾ ഞാൻ സൂക്ഷിച്ച് നടക്കുന്നത്. മാത്രമല്ല ഈ വലിയ പിളർപ്പിൻ്റെ വക്കിലുള്ള പാറകൾ തന്നെ പിളർന്നായിരിക്കുന്നത്. അപ്പോൾ ഇതിനെല്ലാം ചാടി വേണം നമ്മൾ കിടക്കാൻ. അത് ചെറിയ പിളർപ്പുകളാണ്. അതിഗംഭീരമായൊരു കാഴ്ചയാണ്. വിഷ്വലി അത്ഭുതമാണത്. അതിൻ്റെ ഒരു ഭാഗത്ത് ഒരു ബ്രിഡ്ജ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഒരു ഗ്ലാസ് ബ്രിഡ്ജ്. അതായത് ഒരു കുതിരലാടത്തിന്, അല്ലെങ്കിൽ നമ്മുടെ മലയാള അക്ഷരം റായുടെ ആകൃതിയിൽ ഇങ്ങനെ ഈ ഗർത്തത്തിന് മുകളിലൂടെ ഇങ്ങനെ പോയി തിരിച്ചു വരുന്നൊരു, അതിൻ്റെ നേരെ താഴോട്ട് ചാടിയാൽ 1.5 കിലോമീറ്റർ താഴെ പോയി നിൽക്കുള്ളൂ നടക്കണം. ഗ്ലാസ് കൊണ്ടുണ്ടാക്കിയൊരു പാലമാണ്. അതിൽ കയറാം നമുക്ക്. പക്ഷേ ഒറ്റ കുഴപ്പമുണ്ട്, അതേ ക്യാമറ ആയിട്ട് കയറാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ വക്ക് വരെ പോയി നിന്ന് കാഴ്ചകളൊക്കെ കണ്ടിട്ട് തിരിച്ചു പോന്നു. അവർക്കും കയറണമെന്ന് താല്പര്യമൊന്നും തോന്നിയില്ല. അത് പേടി കൊണ്ടായിരിക്കാം. എനിക്ക് കയറണമെന്ന് തോന്നാതിരുന്ന കാര്യം, ക്യാമറ ഇല്ല അതിനകത്ത് കയറിയിട്ടൊരു കാര്യമില്ല. വേറൊരു വലിയൊരു ഓഡിറ്റോറിയം ഉണ്ട് അവിടെ. ഓഡിറ്റോറിയം അല്ല, ശരിക്കും പറഞ്ഞാൽ ഒരു പന്തൽ പോലെ ഒരു സ്ഥലം, ഒരു ഗാലറിയാണ്. അവിടെ ഈ ഗോത്രവർഗ്ഗക്കാരുടെ കലാപരിപാടികൾ നടക്കുന്നുണ്ട്.
എനിക്കൊന്ന് ഓരോ മണിക്കൂർ ഇടവിട്ട് വന്ന് ഒരു 10-20 നേരം പെർഫോമൻസ് നടത്തിയിട്ട് പോയി. ഈ ഗ്വാലാപ്പൈ ഗോത്രക്കാരുടെ ഡാൻസ്, മ്യൂസിക് ഇതെല്ലാം കൂടെ ചേർത്ത് പെർഫോമൻസ് നടക്കും. അപ്പോൾ അതിലൂടെ ഇവർക്ക് ടിപ്പ് കിട്ടും. പിന്നെ നമ്മൾ പോകുന്നത് ഇവിടുന്ന് ബസ്സിൽ കയറി ഗ്വാനോ പോയിൻ്റ് എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ്. അത് കുറേ ദൂരം പോകണം. അവിടെ നമ്മൾ ഈ വക്കിലൂടെയാണ് പോകുന്നത്. ഒരു ഗംഭീര യാത്രയാണ്. ആകാശം ഇങ്ങനെ ഇരുണ്ട് മൂടി കിടക്കുന്നു, ഒരു വശത്ത് ഇങ്ങനെ വലിയ ഗർത്തം, അതിൻ്റെ വക്കേ കൂടെ ഈ ബസ് ഇങ്ങനെ ഓടി വരുന്ന കാഴ്ചയൊക്കെ മനോഹരമായ ദൃശ്യങ്ങളാണ്. അങ്ങനെ പോയി ഗ്വാനോ പോയിൻ്റ് ചെല്ലുന്നു. അതൊരു മുനമ്പ് പോലെ ഈ ഗർത്തത്തിലേക്ക് നിൽക്കുകയാണ്. പിന്നെ അവിടെ ചില ഫാക്ടറികളൊക്കെ ഒരു കാലത്ത് പ്രവർത്തിച്ചിട്ടുണ്ട്. അതായത് ചില പക്ഷികളുടെ കാഷ്ടം നൂറ്റാണ്ടുകളായിട്ട് അടിഞ്ഞുകൂടി കിടന്നതിനെ ഖനനം ചെയ്തെടുത്ത് വലിയൊരു ഇൻഡസ്ട്രി നടത്താനൊക്കെ പദ്ധതി ഇട്ടതൊക്കെ പരാജയപ്പെട്ടു പോയി. അതിൻ്റെ അവശേഷിപ്പുകളായ ക്രെയിനുകളും വലിയ ടവറുകളും കേബിൾ കാർ ഫെസിലിറ്റികളും ഒക്കെ കാണാം. പിന്നെ അവിടെ റെസ്റ്റോറൻ്റ് ഉണ്ട്. ഇവിടെ എല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് മണി 3:30 ഞങ്ങൾക്ക് 3 പേർക്ക് നല്ല വിശപ്പുമായി. അപ്പോൾ അവിടെ കയറി ഭക്ഷണമൊക്കെ കഴിച്ച് അടുത്ത ബസ് പിടിച്ച് ഞങ്ങൾ നേരെ ഗ്രാൻഡ് കാനിയൻ്റെ നമ്മളുടെ വെൽക്കം സെൻറ്ററിൽ വരുന്നു. ആ വലിയ ടെൻറ്റ് പോലെ ഉണ്ടാക്കിയിരിക്കുന്ന ആ പ്രദേശത്ത് വരുന്നു. ഞങ്ങൾ അവിടുന്ന് കാറിൽ കയറി മടക്കയാത്ര ആരംഭിച്ചു. മടക്കയാത്ര ഇനി ഒരു കാഴ്ചയും കൂടെ കാണാനുണ്ട്. ഹൂവർ ഡാം കാണണം. അപ്പോൾ അതിനുവേണ്ടിയുള്ള യാത്രയാണ്. ഈ മടക്കയാത്രയിൽ നമ്മൾ വീണ്ടും ആലഞ്ചേരി കഥകളിലേക്ക്, ആലഞ്ചേരിയുടെ ജീവിത കഥകളിലേക്കൊക്കെ പോയി. അമേരിക്കയിലെ ജീവിതം, അവിടെ ഉണ്ടായ ദുരനുഭവങ്ങൾ, അവിടെ ഉണ്ടായ നല്ല അനുഭവങ്ങൾ, ബാല്യകാലത്തെ ജീവിതം, ഇങ്ങനെ കഥകളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഞാൻ വേറൊരു കാര്യം പറയാൻ ഉദ്ദേശിക്കുന്നത്, ഞങ്ങളീ പോയി വന്നതിന് ശേഷം, ഞങ്ങൾ 2015 പോയെന്ന് പറഞ്ഞല്ലോ, 2016 ആലഞ്ചേരി നാട്ടിൽ വന്നു. ഇടയ്ക്ക് ഞങ്ങൾ വിളിക്കും, വിശേഷങ്ങൾ പറയും, ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ അത് കാണും. നാട്ടുകാർ ആലഞ്ചേരിയെ തിരിച്ചറിയുന്നതിൻ്റെ സന്തോഷം ആലഞ്ചേരി അറിയിക്കും. പലരും വീട്ടുകാരും ബന്ധുക്കളൊക്കെ നിന്നെ സഞ്ചാരത്തിൽ സഫാരിയിൽ കണ്ടിരുന്നു എന്ന് പറയും. അതിൻ്റെയൊക്കെ സന്തോഷം അറിയിച്ചുകൊണ്ട് എന്നെ ഫോൺ ചെയ്യും, അല്ലെങ്കിൽ മെസ്സേജ് അയക്കും, വാട്സപ്പിലൂടെ കമ്മ്യൂണിക്കേഷൻ നടത്തും. അങ്ങനെയൊക്കെ പോകുന്നു. ഒരു ദിവസം ആലഞ്ചേരി എന്നെ വിളിക്കുകയാണ്, കൊളങ്ങര സാറേ, ഞാൻ കൊച്ചിയിലുണ്ട്. ഞാൻ ചോദിച്ചു, എന്ന് വന്നു? എൻ്റെ സാറേ ഒന്നും പറയണ്ട, വന്നിട്ട് 2-3 മാസമായി. എന്നിട്ട് നിങ്ങൾ ഇതുവരെ വിളിക്കാതിരുന്നേ? ഒരബദ്ധം പറ്റിപ്പോയി, പറഞ്ഞാൽ മതിയല്ലോ. ഞാൻ ചോദിച്ചു, എന്തബദ്ധം പറ്റി? ഞാനൊരു പടം പിടിച്ചു. ആലഞ്ചേരി ഒരു സിനിമ പിടിച്ചു. ഞാൻ ചോദിച്ചു, ഏത് സിനിമ? അതിൻ്റെ പേര് നവൽ എന്ന ജൂവൽ എന്നാണ്. കൊള്ളാമല്ലോ, ഒരു വിചിത്രമായ പേരാണല്ലോ. അതെ, ആരാണ് അതിനകത്ത് അഭിനയിക്കുന്നത്? അപ്പോൾ പറഞ്ഞു, അതിനകത്തെ നായകൻ ഞാൻ തന്നെയാണ്. പിന്നെ ആരാ ഉള്ളത്? അതിനകത്ത് ശ്വേതാമേനൻ അഭിനയിക്കുന്നുണ്ട്. പിന്നെ ലൈഫ് ഓഫ് പൈ എന്ന് പറയുന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, ആദിൽ ഹുസൈൻ അഭിനയിക്കുന്നുണ്ട്. അവൻ വില്ലനായിട്ട് അതിനകത്ത്. പക്ഷേ ഞാനിപ്പോൾ വലിയൊരു പ്രതിസന്ധിയിലാണ്. ഞാൻ ചോദിച്ചു, എന്ത് പ്രതിസന്ധി? പടം എങ്ങനെയൊക്കെയോ തട്ടിക്കൂട്ടി തീർത്തു. ഞാനും അതിൻ്റെ ഡയറക്ടറും കൂടെ ഒരു പാർട്ണർഷിപ്പിലൊക്കെ പറ്റിപ്പോയി. പറയണ്ട, അതിൻ്റെ കഥയൊക്കെ പറഞ്ഞാൽ വലിയ രോഷം വരും. ഏതായാലും പെട്ടുപോയിരിക്കുക. എൻ്റെ കാശുണ്ടായിരുന്നത് മുഴുവൻ അങ്ങ് പോയി. ഞാനൊരു വീട് പണിയാൻ വെച്ചിരുന്ന കാശും കൂടെ എൻ്റെ പോയി. എനിക്കിതൊന്ന് റിലീസ് ചെയ്യാൻ പറ്റുന്നില്ല. എന്നെ കൊണ്ടൊന്ന് വെട്ടിലാക്കി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. എന്നെ എങ്ങനെയൊന്ന് രക്ഷപ്പെടുത്തി തരണം. ഞാൻ പറഞ്ഞു, എനിക്ക് സിനിമയിൽ ബന്ധങ്ങളൊന്നുമില്ലല്ലോ, എങ്ങനെ രക്ഷപ്പെടുത്താനാ? അതെ, നമ്മുടെ ലാൽ ജോസ് സാറുമായിട്ട് പറഞ്ഞിട്ട് ഇതൊന്ന് റിലീസ് ചെയ്ത് അതിൻ്റെ പൈസ ഒന്ന് മേടിച്ച് തരാൻ പറ്റുമോ നോക്കണം. ഞാൻ പറഞ്ഞു, ലാൽ ജോസിനെ നിങ്ങൾ വിളിച്ചാൽ പോലെ, നിങ്ങൾ എത്ര അടുത്ത സൗഹൃദമാണ്. നിങ്ങൾ തന്നെ ആയിരുന്നില്ലേ സിനിമാ കഥകളെല്ലാം അവിടെ വെച്ച് പറഞ്ഞുകൊണ്ടിരുന്നതും? അത് തന്നെയല്ല ആലഞ്ചേരിയെ സിനിമയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാമെന്ന് ലാൽ ജോസ് ഏറ്റിരുന്നതല്ലേ. അപ്പോൾ നിങ്ങളിങ്ങനെ ഒരു സിനിമ തുടങ്ങുന്ന കാര്യം ലാൽ ജോസിന് അറിയില്ലേ? അയ്യോ, അതാ ഞാൻ പറഞ്ഞ ഒരു പറ്റി അങ്ങനെ ചെയ്യേണ്ടി വന്നു. ലാൽ ജോസ് സാറിനോട് ഞാൻ മിണ്ടിയിട്ടില്ല ഈ കാര്യം. അപ്പോൾ ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒന്ന് വിളിച്ചു, എൻ്റെ പടം ഒന്ന് റിലീസ് ചെയ്യാമെന്ന്. സാർ എന്നോട് ചൂടായി. നീ ഇങ്ങനെ ഒരു പണിക്ക് ഇറങ്ങുമ്പോൾ എന്നോടൊരു വാക്ക് ചോദിക്കണ്ടായിരുന്നോ? ഞാൻ ഇത്രയും വർഷം സിനിമയിൽ പ്രവർത്തിക്കുന്ന ഒരാളല്ലേ. അങ്ങനെ ഒരാൾക്ക് നീ ഇങ്ങനെ ഒരു കാര്യത്തിന് ഇറങ്ങുകയാണെങ്കിൽ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഈ അബദ്ധം പറ്റാതെ ഞാൻ നോക്കിയില്ലായിരുന്നോ? നിന്നെ സഹായിക്കില്ലായിരുന്നോ? നീ എന്തുകൊണ്ട് പറഞ്ഞില്ല? ഇതൊക്കെ നമ്മൾ സംസാരിച്ചല്ലേ എന്ന് പറഞ്ഞ് പുള്ളി പൊട്ടിത്തെറിച്ചിരിക്കുക. ഞാൻ ചോദിച്ചു, ഇനി എന്താ വഴി? വലിയ പ്രശ്നത്തിലാണ്. സത്യം പറഞ്ഞാൽ ഇത് വലിയൊരു പ്രതിസന്ധിയിലാക്കി ആലഞ്ചേരി എടുത്ത ആ പടം വേണ്ട രീതിയിൽ റിലീസ് ചെയ്തോയെന്ന് എനിക്കറിയില്ല. അത് റിലീസ് ചെയ്തു, പക്ഷേ വേണ്ടത്ര വിജയം ഇടാൻ കഴിഞ്ഞില്ല. ഈ ഡയറക്ടറും ആലഞ്ചേരിയും ആയിട്ട് അഭിപ്രായ വ്യത്യാസത്തിലായി. പറഞ്ഞ തുകയിലൊന്നും നടന്നില്ല. ആലഞ്ചേരി പറയുന്നത് പെരുപ്പിച്ച കള്ളക്കണക്കുകൾ കൊണ്ട് ആലഞ്ചേരിയെ വഞ്ചിച്ചു. ആലഞ്ചേരിയുടെ പൈസയാണ് ഇതിനകത്ത് മുഴുവനുള്ളത്. മറ്റേ ആൾ പൈസ ഒന്നും ഇറക്കിയിട്ടില്ല. പക്ഷേ കള്ളക്കണക്കുകളിലൂടെ അയാൾ ഇറക്കിയെന്ന് സ്ഥാപിച്ചു. ഒന്നും തിരിച്ചു കിട്ടിയില്ല. ഒരു വീട് നാട്ടിൽ പണിയാൻ വേണ്ടി കരുതി വെച്ചിരുന്ന പൈസ മുഴുവൻ പോയി. വലിയ പ്രതിസന്ധിയിലായി. അവസാനം ആലഞ്ചേരി നിരാശയോടെ തിരിച്ച് അമേരിക്കയിലേക്ക് മടങ്ങി. അമേരിക്കയിൽ ചെന്ന് ലോസ് ആഞ്ചലസിൽ ചെന്ന് തകർന്നു നിന്ന ആലഞ്ചേരി ഒരു ധ്യാനം കൂടാൻ പോയി അവിടെ എവിടെയോ. ആ ധ്യാന കേന്ദ്രത്തിൽ വെച്ച് പരിചയപ്പെട്ട ഒരു മലയാളി ചോദിച്ചു, താൻ ഇനി സിനിമ അഭിനയമൊന്നും പറഞ്ഞ് നിൽക്കാതെ താൻ ടെക്സാസിലേക്ക് വാ, ഹൂസ്റ്റണിലേക്ക് വാ, അവിടെ വന്ന് എന്തെങ്കിലും ഒരു ജോലി ചെയ്ത് ജീവിക്കാൻ നോക്ക്. ഒടുവിൽ ടെക്സാസിലെ ഹൂസ്റ്റണിലെത്തിയ ആലഞ്ചേരി അവിടെ ഒരു പെട്രോൾ പമ്പിൽ പെട്രോൾ അടിച്ചു കൊടുക്കുന്ന ജോലിക്കാരനായി മാറി. ആലഞ്ചേരിയുടെ കഥകൾ
ഈ സംഭവത്തിന് മുമ്പും പിമ്പും ഇനിയുമുണ്ട് പറയാൻ. ഈ അടുത്ത കാലത്തും ഞാൻ ആലഞ്ചേരിയായിട്ട് സംസാരിക്കുന്നുണ്ട്, ബന്ധപ്പെടുന്നുണ്ട്. ആലഞ്ചേരിയുടെ കഥകളുമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും. ഒരു സഞ്ചാരിയുടെ ഡയറി കുറിപ്പുകൾ പെൻഡ്രൈവിൽ. ലോകയാത്രികന്റെ അനുഭവങ്ങൾ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ. ഓരോ രാജ്യത്തെയും സഞ്ചാരത്തിനിടെയുണ്ടായ മറക്കാനാവാത്ത അനുഭവങ്ങളുടെ ഹൃദയസ്പർശിയായ അവതരണം. വീണ്ടും വീണ്ടും കാണാനും സൂക്ഷിച്ചു വെക്കാനും ഒരു സഞ്ചാരിയുടെ ഡയറി കുറിപ്പുകൾ വോളിയം നമ്പർ 1 സ്വന്തമാക്കാൻ ഇനി പറയുന്ന നമ്പറിലേക്ക് DK എന്ന് SMS ചെയ്യുക. DK എന്നീ 2 അക്ഷരങ്ങൾ മാത്രം. ഫോൺ 9995 444 222.